2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷം 48 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അത് മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ ശിവസേന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി നേടിയ ഭൂരിപക്ഷമാണ്. എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ അമോൽ കൃത്തികറാണ്. ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തെ തകർക്കാൻ അല്ലെങ്കിൽ അവരെ മുച്ചൂടെ മുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദീക്ഷയെടുത്ത നരേന്ദ്രമോദി മഹാരാഷ്ട്രയുടെ സമസ്ത മേഖലകളിലും നടത്തിയ പ്രചരണത്തിന് വലിയ മറുപടിയാണ് മഹാരാഷ്ട്ര ജനത നൽകിയത്. ഇക്കുറി 48-ൽ 30 സീറ്റും മഹാവികാസ് അഘാദി സഖ്യം തൂത്തുവാരിയപ്പോൾ ശേഷിക്കുന്ന 18 സീറ്റുകളിൽ 16 മാത്രമേ അവിടെ NDA മുന്നണിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. സ്വതന്ത്രരായിട്ടുള്ളവർ ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്ന കാഴ്ച കൂടി പിന്നീട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അമോൽ കൃത്തികർ എന്ന മുംബൈ നോർത്ത് വെസ്റ്റ് സ്ഥാനാർത്ഥി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വലിയ ഒരു തിരിമറി വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയമ നടപടിക്ക് നീങ്ങുകയാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. പോളിംഗ് സ്റ്റേഷനിൽ വിവരങ്ങൾ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടതിൻ്റെ കാര്യങ്ങളും ഒക്കെ നിർണായകമാണ് എന്നുള്ളത് അമോൽ കൃത്തികർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, റിട്ടേണിംഗ് ഓഫീസർ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന ചില ദുരൂഹതകൾ അവിടെ നിലനിൽക്കുന്നു. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ വലിയ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന തരത്തിലാണ്. പക്ഷേ അങ്ങനെ ഒരു വലിയ തെളിവല്ല. ഇലക്ഷൻ ടാപ്പറിങ്ങുമായി ബന്ധപ്പെട്ട് EVM അൺലോക്ക് ചെയ്യുന്നത്, അതായത് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അൺലോക്ക് ചെയ്യുന്ന പാറ്റേണുമായി ബന്ധപ്പെട്ട അതിലെ ഡേറ്റ വിവരങ്ങൾ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ആരോപണമാണ് ഉദ്ധവ് താക്കറെ വിഭാഗം ശക്തമായി ആരോപിക്കുന്നത്, ഇന്ത്യ മുന്നണി ശക്തമായി ആരോപിക്കുന്നത്. 48 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു വോട്ടായിരുന്നാലും വിജയി തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായ ഒരു പ്രശ്നം തന്നെയാണിത്. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ അഭൂതപൂർവമായിട്ടുള്ള സംഭവമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ ശക്തമായി തന്നെ പോരാടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം, ഈ ഒരു നിയമ പോരാട്ടം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ വേണ്ടി തന്നെയാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഉദ്ധവ് താക്കറെ വിഭാഗം പറഞ്ഞിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ അതിനുവേണ്ടി നിലനിൽക്കുകയാണ്. സഞ്ജയ് റാവത്തും ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് BJPയുടെ ഒരു രീതിയിലുള്ള തക്കിട തരികിട പരിപാടിയും നടക്കുകയില്ല, ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ യഥാർത്ഥ പിന്നാമ്പുറ തെളിവുകൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.